The child suddenly became cool, കൺഫ്യൂസ്ഡ് ആൻഡ് ബിക്കം അൺകോൺഷ്യസ് അല്ലേ. കുഞ്ഞ് ഇവിടെ അൺകോൺഷ്യസ് ആയിപ്പോയി. ABG എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു നീഡിൽ ഇൻസേർട്ട് ചെയ്യും അല്ലെ, ആർട്ടറിയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യും. സോ വിട്രക്ടമി ചെയ്തതിന് ശേഷം യൂഷ്വലി നമ്മൾ ഒരു ബബിൾ അവിടെ പ്ലേസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ഓപ്ഷൻ ഈസ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്, ഓപ്ഷൻ ബി ഈസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, ഓപ്ഷൻ സി ഈസ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. ഹൈ ഓൾ, വെൽക്കം ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഖത്തർ പ്രോമെട്രിക് എക്സാമിന് റീസെന്റ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ പ്രോമെട്രിക് എക്സാംസ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാനോ അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ അല്ലേ, ആദ്യത്തെ ചാൻസിൽ തന്നെ നമുക്ക് പാസ്സാകാൻ കഴിയും. നിങ്ങളൊന്ന് ഓർക്കുക, നമ്മൾ ഒരു എക്സാം എഴുതാനായിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കാശാണല്ലേ ഒരു എക്സാം ഫീ ആയിട്ട് നമ്മൾ വെറുതെ കളയുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം എക്സാമിനേഷൻ എഴുതാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ സൗദി പ്രോമെട്രി എക്സാം പിന്നെ ഖത്തർ പ്രോമെട്രി എക്സാം, ഇതിലൊക്കെ റിസർച്ചിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസ് ഒക്കെ ഇതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഏരിയ വൈസുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ റീസെന്റ് ആയിട്ട് ചോദിച്ച ഖത്തർ പ്രോമെട്രി എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇത് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് പ്രോമെട്രിക്കിന്റെ ക്വസ്റ്റ്യൻസ് അതേപടി കിട്ടില്ല. നമ്മുടെ കുട്ടികളൊക്കെ എക്സാം എഴുതിയതിന് ശേഷം നമുക്കൊരു ഫീഡ്ബാക്ക് തരുമ്പോഴത്തേക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുക. കാരണം അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഒക്കെ ആക്കിയാണ് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത് കേട്ടോ. നോക്കാവേ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഹാസ് ടേക്കൺ ദ മോർണിംഗ് ഡോസ് ഓഫ് ഇൻസുലിൻ അല്ലെ, മോർണിംഗ് ഡോസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ഗോൺ ഫോർ സ്പോർട്സ് ആക്ടിവിറ്റീസ്. ദ ചൈൽഡ് സഡൻലി ബിക്കേം കൂൾ, കൺഫ്യൂസ്ഡ് ആൻഡ് ബിക്കം അൺകോൺഷ്യസ് അല്ലെ. കുഞ്ഞ് ഇവിടെ അൺകോൺഷ്യസ് ആയിപ്പോയി. വാട്ട് ഇസ് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്? നോക്കിയാൽ ഇവിടെ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റസ് യൂഷ്വലി നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജുവനൈൽ ഓൺസെറ്റ് ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയാറുണ്ട്. കൊച്ചുകുട്ടികളിലാണ് അല്ലെ, കുഞ്ഞു കുട്ടികളിലൊക്കെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുക. സോ അവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ, അത് തന്നെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഹൈപ്പോഗ്ലൈസീമിയ അല്ലെ, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ അത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുക, ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റംസ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലേ, കുഞ്ഞുങ്ങൾക്ക് അവരുടെ പാരൻസിന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഒരു കുഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇൻസുലിനൊക്കെ എടുത്തതിന് ശേഷം സ്പോർട്സ് ആക്ടിവിറ്റിക്ക് പോയി അല്ലെ. സോ ആ ആക്ടിവിറ്റിയുടെ ഇടയിൽ അല്ലെങ്കിൽ അവൻ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞിന് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകുന്നത്. അങ്ങനെ കുഞ്ഞ് അൺകോൺഷ്യസ് ആയി. അപ്പോൾ എന്തായിരിക്കണം ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ്? നോക്കിയാൽ ഓപ്ഷൻ എ, പ്രൊവൈഡ് ഓറഞ്ച് ജ്യൂസ് ദാറ്റ് ഈസ് 1 ഗ്ലാസ്, 5% ഡെൻഡ്രോസ് bolus administration. C, provide 2 milligram glucagon. D, provide candy to the child. നമുക്കറിയാൻ നോക്കിയേ ഇവിടെ കുഞ്ഞ് അൺകോൺഷ്യസ് ആണല്ലേ. അപ്പം നമുക്ക് എന്താണ് യൂഷ്വലി പെരൻഡൽ ആയിട്ടാണ് അല്ലെ, ഇഞ്ചക്ഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുക. അപ്പം എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ സി, പ്രൊവൈഡ് 2 milligram glucagon അല്ലെ. 2 milligram glucagon ആണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. യൂഷ്വലി സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ IMO ആയിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമേ. ഇത് സാധാരണ ഒരുപാട് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പേഷ്യന്റ് വിത്ത് പൾമിനറി എംബോളസ് ആൻഡ് നഴ്സിംഗ് ഡയഗ്നോസിസ് ഓഫ് ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെ. നമുക്കറിയാം പൾമിനറി എംബോളയാണ്. അങ്ങനെ വരികയാണെങ്കിൽ യൂഷ്വലി ഇംപയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ് യൂഷ്വലി ഒരു ഡയഗ്നോസിസ് ആയിട്ട് വരിക, നഴ്സിംഗ് ഡയഗ്നോസിസ്. ആസ് എൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ABG അല്ലെ, ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് കേട്ടോ. ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് സ്റ്റഡിക്ക് വേണ്ടിയുള്ള ഒരു ഓർഡർ ഉണ്ട്. സോ അങ്ങനെ ഒരു ഓർഡർ ഉള്ളപ്പോൾ ദ ഫസ്റ്റ് ഇന്റർവെൻഷൻ ബൈ ദ നേഴ്സ് ഈസ് ടു, ഇവിടെ എന്താണ് നോക്കിയേ, എന്താണ് ഇവിടെ ഫസ്റ്റ് ഇന്റർവെൻഷൻ ബൈ ദ നേഴ്സ് എന്ന് പറഞ്ഞു വരിക? ഓപ്ഷൻ എ നോക്കിയേ, പെർഫോം ആൻ അലൻസ് ടെസ്റ്റ്. ബി, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ. സി, ഗ്യാദർ ദ എക്യുപ്മെന്റ്. ഓപ്ഷൻ ഡി, ഡോക്യുമെന്റ് ദ പ്രൊസീജിയർ. നോക്കിയേ ഇവിടെ ABG ആണ്. ABG നമുക്കറിയാം നമ്മൾ യൂഷ്വലി ആർട്ടറീസിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നതാണ് അല്ലേ. എന്നിട്ട് അതിലെ നമ്മുടെ PH പിന്നെ PaO2 PaCO2 ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ നോക്കും. സോ അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒക്കെ തന്നതിന് ശേഷം അതിന്റെ ഒരു ഡയഗ്നോസിസ് ഏതാണ് എന്നുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്താണ് എന്നുള്ള നിലയിൽ ചോദിക്കാറുണ്ട്. അതല്ല എങ്കിൽ ഏതൊക്കെ കേസിലാണ് ഈ പറയുന്ന റെസ്പിറേറ്ററി അസിഡോസിസ്, മെറ്റബോളിക് അസിഡോസിസ് ഒക്കെ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നോക്കിയേ ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ABG എടുക്കാനായിട്ട് നമ്മൾ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സ് ഓർഡർ കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഫസ്റ്റ് ഇന്റർവെൻഷൻ എന്തായിരിക്കും വരിക?
ഇതായിരിക്കും എസ്. ഇവിടെ ഒരു പെർഫോം അലൻസ് ടെസ്റ്റ് അല്ലേ. അപ്പൊ എന്താണ് ഈ അലൻസ് ടെസ്റ്റ് എന്ന് നോക്കാം, എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ റീസൺ കൂടെ പഠിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും അല്ലേ, നമ്മൾ പിന്നെ മറന്നു പോകത്തില്ല. അപ്പൊ നോക്കിയേ, ഈ ഒരു അലൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി നമ്മൾ റേഡിയൽ ആർട്ടറിയിൽ നിന്നായിരിക്കും മിക്കവാറും സാമ്പിൾ എടുക്കുക അല്ലേ. സോ ഈ റേഡിയൽ ആർട്ടറി പേറ്റന്റ് ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് അലൻസ് ടെസ്റ്റ് എന്ന് പറയുക. അപ്പൊ നോക്കിയേ, ഈ റേഡിയൽ ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആംസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ ഡിസ്റ്റൽ ആംസിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആർട്ടറിയാണ് ഒന്ന് റേഡിയൽ ആർട്ടറി, രണ്ടാമത്തെ നോക്കിയേ അൾനാർ ആർട്ടറി എന്ന് പറയുന്നത് അല്ലെ. ഈ രണ്ട് ആർട്ടറീസ് ആണ് ബേസിക്കലി നമ്മുടെ ഡിസ്റ്റൽ ഏരിയാസിലേക്ക് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ യൂഷ്വലി നമ്മൾ ABG എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു നീഡിൽ ഇൻസേർട്ട് ചെയ്യും അല്ലെ, ആർട്ടറിയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യും. സോ എന്നിട്ട് നമ്മൾ സാമ്പിൾ എടുക്കുക ചെയ്യുക. അപ്പൊ സപ്പോസ് നോക്കിയേ, നമ്മൾ ഈ ഒരു സാമ്പിളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ആർട്ടറി ഇഞ്ചുറി ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. സോ അങ്ങനെ ഇഞ്ചുറി ആയി കഴിഞ്ഞാലും ഡിസ്റ്റലിലേക്കുള്ള സർക്കുലേഷൻ അല്ലെ, ഈ ഏരിയയിലേക്കുള്ള സർക്കുലേഷൻ ബാധിക്കപ്പെടാൻ പാടില്ല അല്ലെ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അടുത്ത ആർട്ടറി പേറ്റന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയണം. അതിനുവേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് അലൻസ് ടെസ്റ്റ് എന്ന് പറയുക. അപ്പൊ ഇതെങ്ങനെ ചെയ്യുക, ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന പോലെ പേഷ്യന്റെ ഫിസ്റ്റ് ഇതുപോലെ ടൈറ്റ് ആക്കി വെക്കാനായിട്ട് പറയുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ രണ്ട് ഇതിപ്പം റേഡിയൽ ആർട്ടറി ആണ്, ഇതാണ് റേഡിയൽ ആർട്ടറി, ഇതാ ഇവിടെ വരുന്നതാണ് റേഡിയൽ ആർട്ടറി, പിന്നെ വരുന്നത് നമ്മുടെ അൾനാർ ആർട്ടറി അല്ലെ. ഈ രണ്ട് ആർട്ടറി എന്ത് ചെയ്യുക, നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ പ്രസ് ചെയ്ത് പിടിക്കുക അല്ലെ. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കറിയാം അതിലെ കൂടെ ബ്ലഡ് അധികമായിട്ട് പോകത്തില്ല അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുക, പേഷ്യനോട് ഇതുപോലെ ഫിംഗേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറയുക കേട്ടോ. എന്നിട്ട് അപ്പൊ നമ്മൾ ഈ ഫിംഗേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ചെറിയൊരു പെയിൽനെസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ ഫിംഗേഴ്സിലൊക്കെ പെയിൽനെസ് കാണാൻ പറ്റും, കാരണം നമ്മൾ ഈ രണ്ട് ആർട്ടറി നമ്മൾ കംപ്രസ് ചെയ്ത് പിടിച്ചേക്കാണ്. സോ അതിലേക്കൂടെ ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പെയിൽനെസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം എന്താ ചെയ്യുക, അതിനുശേഷം ലൈക്ക് ഒരു സപ്പോസ് ഇപ്പം നമ്മൾ റേഡിയൽ ആർട്ടറി അൾനാർ ആർട്ടറി രണ്ടും നമ്മൾ ഇതുപോലെ കംപ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അൾനാർ ആർട്ടറി ജസ്റ്റ് ഒന്ന് വിട്ടു കൊടുക്കാം. എന്നിട്ട് നോക്കുക ഇവിടെ ഈ പിങ്ക് അല്ലെങ്കിൽ കളർ ചേഞ്ച് മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പെയിൽനെസ് മാറിയിട്ട് ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എന്താണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഈ അൾനാർ ആർട്ടറി പേറ്റന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക അല്ലെ. സോ ഇത് പേറ്റന്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സാമ്പിൾ ഈ പറയുന്ന റേഡിയൽ ആർട്ടറിയിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും. സോ ഇൻ കേസ് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഡിസ്റ്റൽ ബ്ലഡ് സപ്ലൈ എന്ത് ചെയ്യില്ല, അവിടെ ഹാമ്പർ ആവത്തില്ല കേട്ടോ. അപ്പം നമ്മൾ യൂഷ്വലി ABGയിൽ ഒരു അലൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കിയാൽ എ പേഷ്യന്റ് ഹാഡ് എ വിട്രാക്ടമി അല്ലെ, പേഷ്യന്റ് ഒരു വിട്രാക്ടമി സർജറി അല്ലെ, വിട്രാക്ടമി സർജറി കഴിഞ്ഞു ആൻഡ് ഇസ് അബൌട്ട് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ദ പോസ്റ്റ് അനസ്തീഷ്യ കെയർ യൂണിറ്റ് അല്ലെ. നമ്മുടെ സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ പാക്കുവിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. The patient should be placed in which of the following positions before transport to PACU. നോക്കിയേ, പാക്കുവിലേക്ക് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് പൊസിഷൻ അല്ലെങ്കിൽ ഏതൊരു പൊസിഷൻ കൊടുത്തിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ പാക്കുവിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക. നോക്കിയാൽ ഓപ്ഷൻ ഈസ് സെമി ഫോളോസ്, ബി ഈസ് പ്രോൺ, സി ഈസ് ഡോർസൽ റെക്കമെൻഡ്, ഓപ്ഷൻ ഡി ഈസ് സിംസ് പൊസിഷൻ. നോക്കിയേ, വിട്രാക്ടമി നമുക്കറിയാം, എസ്പെഷ്യലി റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. നോക്കിയാൽ നമ്മുടെ ഐസിന്റെ ഇന്നർ ലെയർ ആണ് റെറ്റിന എന്ന് പറയുക. സപ്പോസ് നോക്കിയാൽ റെറ്റിന ഇങ്ങനെ ഡിറ്റാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ ഒരു റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിനെ എന്ത് ചെയ്യുന്നു, ഒന്ന് നോർമൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി ഈ പറയുന്ന വിട്രാക്ടമി ചെയ്യുക. സോ വിട്രാക്ടമി ചെയ്തതിന് ശേഷം യൂഷ്വലി നമ്മൾ ഒരു ബബിൾ അവിടെ പ്ലേസ് ചെയ്യാണ് ചെയ്യുക അല്ലേ. സോ ആ ഒരു ബബിള് അങ്ങനെ തന്നെ ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പേഷ്യന്റ് എന്ത് ചെയ്യുക, യൂഷ്വലി നമ്മൾ പേഷ്യന്റ് പ്രോൺ പൊസിഷൻ കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കുക, നമ്മൾ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റിന് വേണ്ടിയാണ് വിട്രാക്ടമി ചെയ്യുക. സോ അവിടെ നമ്മളൊരു ഗ്യാസ് ബബിൾ ആയിരിക്കും യൂഷ്വലി പറയുന്ന വിട്രസ് ചേംബറിൽ നമ്മൾ എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക. സോ അതുകൊണ്ട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തടയാനായിട്ട് യൂഷ്വലി നമ്മൾ ഈ പറയുന്ന പ്രോൺ പൊസിഷൻ ആയിരിക്കും പേഷ്യന്റിന് കൊടുക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ ബേസ്ഡ് ഓൺ the following assessment criteria, which client demonstrates the highest priority for immediate care കേട്ടോ. ഇവിടെ 4 തരത്തിലുള്ള പേഷ്യൻസിനെ ഒരു ന്യൂസിന് കൊടുത്തേക്കാണ്. സോ അതിൽ ഫസ്റ്റ് ഒരു ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് കെയർ കേട്ടോ, ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ ഏത് പേഷ്യന്റിനാണ് കൊടുക്കേണ്ടത് നോക്കിയാൽ, പേഷ്യന്റ് വിത്ത് ആസ്മ, റെസ്പിറേറ്ററി റേറ്റ് ഈസ് 24 breaths per minute യൂസിങ് accessory muscles അല്ലേ, പേഷ്യന്റ് ഇവിടെ accessory muscles യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി, പേഷ്യന്റ് വിത്ത് ഡയബറ്റിസ് മെലിറ്റസ്, ബ്ലഡ് ഗ്ലൂക്കോസ് ഈസ് 250 milligram per deciliter. Patient with hypertension, BP is 160 96 millimeters of mercury. Option D, a patient with post-operative pain rated 7/10 അല്ലെ. ഇവിടെ നോക്കിയാൽ പേഷ്യന്റ് പെയിൻ ഉണ്ട്, പിന്നെ ഡയബറ്റീസ് പേഷ്യന്റ് ആണ്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 250 ആണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പേഷ്യന്റ് BP 160/96 ആണ്,
അതേസമയം നോക്കിയാൽ എയർവേ ഉണ്ടല്ലോ, എയർവേ ഡിസ്റ്റർബൻസ് ഒരു പേഷ്യൻ്റ് ആസ്മയാണ്, റെസ്പിറേറ്ററി റേറ്റ് കൂടുതൽ തന്നെയാണ് അല്ലേ, കൂടുതലാണ്. കൂടാതെ പേഷ്യന്റ് അക്സസറി മസിൽസ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നോക്കിയാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു ABC അല്ലെ, ABC ആണ് നമ്മൾ പ്രയോറിറ്റി അസസ് ചെയ്യുക എന്നുള്ളത് പറയാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ എ കേട്ടോ, ഓപ്ഷൻ എ ആണ് ഇവിടെ നോക്കിയാൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എ ഫ്ലോട്ട് നഴ്സ് ഈസ് അസൈൻ ടു ആൻ ICU ഫോർ ദ ഫസ്റ്റ് ടൈം കേട്ടോ. നമ്മൾ സാധാരണ ഈ ഫ്ലോട്ട് നഴ്സ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, എന്ന് വെച്ചാൽ യൂഷ്വലി റിലീവർ ഡ്യൂട്ടിക്കൊക്കെ ചില നമ്മൾ എസ്പെഷ്യലി പുതിയൊരു ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു റിലീവർ ആയിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക അല്ലേ. സോ ഇവിടെ സെയിം അതുപോലെ ഒരു റിലീവറാണ്. പുള്ളിക്കാരി ആദ്യമായിട്ട് എന്താണ് ICU അല്ലെങ്കിൽ ICUവിൽ ആദ്യമായിട്ടാണ് പുള്ളിക്കാരിക്ക് പോസ്റ്റിംഗ് കിട്ടുക. വിച്ച് അസൈൻമെന്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, അങ്ങനെയുള്ള ഒരു നഴ്സിന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ്, പേഷ്യന്റ് അസൈൻമെന്റ് ഏതായിരിക്കും നോക്കി. എ പേഷ്യന്റ് ഓൺ മെക്കാനിക്കൽ വെന്റിലേഷൻ. Option B, patient receiving vasoactive IV drugs. Option C, a patient being transferred out of ICU. Option D, a patient with acute respiratory distress. നോക്കിയേ, പേഷ്യന്റ് ഒന്നാമത്തെ പേഷ്യന്റ് നമുക്ക് നോക്കാം. പേഷ്യന്റ് മെക്കാനിക്കൽ വെന്റിലേഷൻ ആണല്ലേ. നമ്മൾ ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ പോവാണ്, നമ്മൾ ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. സോ അപ്പോഴാണ് നമ്മൾ യൂഷ്വലി ഈ പറയുന്ന ഫ്ലോട്ട് നേഴ്സ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെക്കാനിക്കൽ വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമുക്ക് അങ്ങനെ ഒരു പേഷ്യന്റ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയില്ല. നെക്സ്റ്റ് നോക്കിയാൽ എ പേഷ്യന്റ് റിസീവിംഗ് വാസോ ആക്റ്റീവ് IV ഡ്രഗ്സ് ലൈക്ക് ഡോപ്പാമിൻ, ഡോബ്യൂട്ടമിൻ, എപ്പിനെഫ്രിൻ ഇങ്ങനെയൊക്കെ ഉള്ള ഡ്രഗ്സ് കിട്ടുന്ന പേഷ്യൻസ് അവരുടെ BP നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതുകൂടാതെ എസ്പെഷ്യലി അവർക്ക് മിക്കവാറും ആർട്ടീരിയൽ BP ആയിരിക്കും അല്ലേ. സോ നമ്മൾ ആർട്ടീരിയൽ BP നോക്കണം, ഫ്ലഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. സോ അങ്ങനെ ഒരുപാട് ലൈൻസ് ഒക്കെ പേഷ്യന്റ് ഉണ്ടാകും അല്ലേ. സോ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം അല്ലേ. സോ ആ ഒരു പേഷ്യന്റ് നമുക്ക് ആദ്യമായിട്ട് പോവാണ്, അത്യാവശ്യം ട്രെയിനിങ് കാര്യങ്ങളും ഒന്നും ഇല്ലായെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിയാൽ പേഷ്യന്റ് വിത്ത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അല്ലേ. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഏത് നിമിഷവും വേണമെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ പോലെയുള്ള കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു നഴ്സിന് കൊടുക്കാനായിട്ട് കഴിയില്ല അല്ലേ. അപ്പൊ നോക്കി, ഇവിടെ ഒരു സ്റ്റേബിൾ പേഷ്യന്റ് ഇരിപ്പുണ്ട് അല്ലേ, ഒരു സ്റ്റേബിൾ പേഷ്യന്റ് ഇരിപ്പുണ്ട്. പേഷ്യന്റ് ICUവിൽ നിന്ന് ട്രാൻസ്ഫർ ഔട്ട് ആകാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം എന്താണ്, പേഷ്യന്റ് സ്റ്റേബിൾ ആണ്. സോ അങ്ങനെ ഒരു പേഷ്യന്റിന് നമുക്ക് ഈ പറയുന്ന ഫ്ലോട്ട് നഴ്സിന് കൊടുക്കാം അല്ലെ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ. നെക്സ്റ്റ് നോക്കിയാൽ nurse starts a blood transfusion and remains with the patient for the first 15 minutes. What is the main reason for this action അല്ലെ. നമ്മൾ സാധാരണ പറയാറുണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്തു. സോ ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമ്മൾ പേഷ്യന്റിനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കണം അല്ലെ. എന്തിനു വേണ്ടിയാണ്, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ, ടു എൻഷുർ കറക്റ്റ് ഇൻഫ്യൂഷൻ റേറ്റ്. ഓപ്ഷൻ ബി, ടു മോണിറ്റർ ഫോർ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓപ്ഷൻ സി, ടു പ്രിവെന്റ് IV ഇൻഫിൽട്രേഷൻ. ഓപ്ഷൻ ഡി, ടു ചെക്ക് പേഷ്യന്റ് കംഫർട്ട് അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കാം? യൂഷ്വലി നോക്കിയേ, നമ്മൾ ഒരു ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എസ്പെഷ്യലി പേഷ്യന്റെ ഓൺ ബ്ലഡ് ആയിരിക്കില്ല, വേറൊരു ആളുടെ ബ്ലഡ് ആയിരിക്കും നമ്മൾ പേഷ്യന്റ് കൊടുക്കുക അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ എപ്പോഴാണ് ഈ പറയുന്ന ആദ്യത്തെ നമ്മളൊരു ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 15 മിനിറ്റിലാണ് ഈ പറയുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ഏറ്റവും സാധ്യത ഏറിയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് ആണ്. സോ ആ ടൈം നമ്മൾ പേഷ്യന്റിനോടൊപ്പം തന്നെ നിൽക്കുക. പിന്നെ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇനി ചോദിക്കുന്ന ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു പേഷ്യന്റ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടായി. നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ് ആസ് എ നേഴ്സ്, നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും എന്ന് ചോദിക്കും. എന്തായിരിക്കും? സ്റ്റോപ്പ് ദ ട്രാൻസ്ഫ്യൂഷൻ ഇമീഡിയറ്റ്ലി കേട്ടോ. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഒരു ട്രാൻസ്ഫ്യൂഷൻ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുക. ഓക്കെ. നെക്സ്റ്റ് നോക്കിയാൽ OBG എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എ പോസ്റ്റ്പാർട്ടം വുമൺ 3 days ആഫ്റ്റർ ഡെലിവറി. നോക്കിയേ, ഈ ഡേയ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നോക്കിയാൽ 3 days ആഫ്റ്റർ ഡെലിവറി സേസ്, ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഹാൻഡിൽ ഓൾ ദിസ്. ഐ കീപ് ക്രൈങ് ഫോർ നോ റീസൺ. ദ നേഴ്സ് റെക്കഗ്നൈസ് ദിസ് ആസ് അല്ലെ. പേഷ്യന്റ് പറയാണ് 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, എനിക്ക് ഭയങ്കര സങ്കടം വരുവാണ്, ഭയങ്കര വിഷമാണ്, ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് എന്ത് ഒരു ബിഹേവിയർ ആയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഒരു ഡയഗ്നോസിസ് ആയിട്ടാണ് നേഴ്സ് റെക്കഗ്നൈസ് ചെയ്യുക? നോക്കിയാൽ ഓപ്ഷൻ ഈസ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. ഓപ്ഷൻ ബി ഈസ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഓപ്ഷൻ സി ഈസ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. ഓപ്ഷൻ ഡി ഈസ് നോർമൽ ഫെറ്റീഗ്. എന്തായിരിക്കാം? യൂഷ്വലി നോക്കിയാൽ ഈ 3 days വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ്പാർട്ടം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എന്താണ്? യെസ്, ഓപ്ഷൻ സി പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെ. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് ആണ് യൂഷ്വലി ആ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. അതൊരു മൈനർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് യൂഷ്വലി പേഷ്യൻ്റ് ഒരു റീഇൻഫോഴ്സ്മെന്റ്
പിന്നെ സോർട്ട് ഓഫ് ഒരു കൗൺസിലിംഗ്, പിന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റ് മിക്കവാറും ഒക്കെ ബാക്ക് ടു ലൈഫ് നോർമൽ ആയിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ദ നഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ചൈൽഡ് ഹു ഹാഡ് എ വെൻട്രിക്കുലോ പെരിറ്റോണിയൽ ഷണ്ട് പ്ലേസ്ഡ് 24 hours ago. വിച്ച് ഫൈൻഡിങ് ഷുഡ് ബി റിപ്പോർട്ടഡ് ഇമ്മീഡിയറ്റ്ലി. അല്ലെ, ഇവിടെ ഒരു കുഞ്ഞിന് VP ഷണ്ട് അല്ലെ, വെൻട്രിക്കുലോ പെരിറ്റോണിയൽ ഷണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സർജറി ചെയ്തിരിക്കുകയാണ് 24 hours മുന്നിൽ. അങ്ങനെ ഒരു പേഷ്യന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഫൈൻഡിങ് ആണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക? നോക്കിയാൽ ഓപ്ഷൻ എ, ചൈൽഡ് സ്ലീപ്പിംഗ് ആഫ്റ്റർ പെയിൻ മെഡിക്കേഷൻ. ബി, സ്മോൾ എമൗണ്ട് ഓഫ് സിറസ് ഡ്രെയിനേജ് അറ്റ് ദ ഇൻസിഷൻ സൈറ്റ്. ഓപ്ഷൻ സി, സഡൻ വൊമിറ്റിംഗ് ആൻഡ് ഇറിറ്റബിലിറ്റി. ഓപ്ഷൻ ഡി, ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ്. എന്തായിരിക്കാം നോക്കിയാൽ, ചൈൽഡ് സ്ലീപ്പിംഗ് ആഫ്റ്റർ പെയിൻ മെഡിക്കേഷൻ നോർമൽ ആണ് അല്ലേ, പെയിൻ മെഡിക്കേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് പെയിൻ ഒക്കെ ഒന്ന് സബ്സൈഡ് ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഉറങ്ങാൻ സാധ്യതയുണ്ട്. സ്മോൾ എമൗണ്ട് ഓഫ് സിറസ് ഡ്രെയിനേജ് അറ്റ് ദ ഇൻസെഷൻ സൈറ്റ് അല്ലേ, ഈ ഇൻസെഷൻ സൈറ്റിൽ ചെറിയ എമൗണ്ടിൽ സിറസ് ഡ്രെയിനേജ് ഉണ്ടാകും, അത് യൂഷ്വലി നോർമൽ ആണ്. പിന്നെ ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ് അല്ലേ, വിശപ്പ് ഇല്ലായ്മ അല്ലെങ്കിൽ വിശപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി എന്താണ്, സഡൻ വൊമിറ്റിംഗ് ആൻഡ് ഇറിറ്റബിലിറ്റി അല്ലേ. സാധാരണ ഈ VP ഷണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ICP അല്ലെ, ഇൻക്രീസ്ഡ് ഇൻട്രാക്രീനിയൽ പ്രഷർ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ഈ പറയുന്ന വോമിറ്റിംഗ് എന്ന് പറയുക. സോ നമ്മൾ ഇത് ഒരു അത്യാവശ്യം സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിംറ്റം ആണ് ഈ പറയുന്ന സഡൻ വോമിറ്റിംഗ് ആൻഡ് ഇറിറ്റബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. റിസർച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്ക് വായിച്ചാൽ പോലും എന്താണെന്ന് മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം ഈ പറയുന്ന ഖത്തർ പ്രോമെട്രിക് അതുപോലെ സൗദി പ്രോമെട്രിക് എക്സാമിനൊക്കെ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റിസർച്ചർ predicts that there is no difference കേട്ടോ. നോക്കിയേ, there is no difference in anxiety levels between patients who receive relaxation therapy and those who do not അല്ലെ. രണ്ട് ഗ്രൂപ്പിലുള്ള പേഷ്യൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പിലുള്ള പേഷ്യൻസ് എന്താണ്, അവർക്ക് റിലാക്സേഷൻ തെറാപ്പി അവർ റിസീവ് ചെയ്തു. അടുത്ത ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്താണ്, അവർക്ക് നോ റിലാക്സേഷൻ തെറാപ്പിയാണ് അല്ലെ. അപ്പോൾ നമ്മൾ ഒരു ഹൈപ്പോത്തസിസ് പ്രഡിക്റ്റ് ചെയ്യാണ്. എന്താണ്, അവർ തമ്മിൽ, ഈ രണ്ട് ആൾക്കാരും തമ്മിൽ ആങ്സൈറ്റി ലെവലിൽ യാതൊരു വിധത്തിലുള്ള ആങ്സൈറ്റി ലെവലിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഇല്ല എന്ന് ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതുകയാണ്. സോ വാട്ട് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തസിസ് ഈസ് ദിസ്? ഇത് എന്ത് തരത്തിലുള്ള ഹൈപ്പോത്തസിസ് ആണ്? നോക്കിയേ, രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പിന് റിലാക്സേഷൻ തെറാപ്പി കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ ഗ്രൂപ്പിന് റിലാക്സേഷൻ തെറാപ്പി കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മളൊരു ഹൈപ്പോത്തസിസ് അവിടെ ഫോർമുലേറ്റ് ചെയ്യാണ്. എന്താണ്, ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ, അതായത് റിലാക്സേഷൻ തെറാപ്പി എടുക്കുന്ന പേഷ്യന്റ് എടുക്കാത്ത ഗ്രൂപ്പ് തമ്മിൽ ആങ്സൈറ്റി ലെവലിൽ യാതൊരു വിധത്തിലുള്ള ഡിഫറൻസും ഇല്ല, വ്യത്യാസവും ഇല്ല എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് എന്ത് ഹൈപ്പോത്തസിസ് ആയിരിക്കും? നോക്കിയാൽ, ഓപ്ഷൻ ഈസ് റിസർച്ച് ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ ബി ഈസ് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ സി ഈസ് നൾ ഹൈപ്പോത്തസിസ്, ഓപ്ഷൻ ഡി ഈസ് കോംപ്ലക്സ് ഹൈപ്പോത്തസിസ്. എന്തായിരിക്കാം നോക്കിയേ, ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നോ റിലേഷൻഷിപ്പ് ആണ് അല്ലേ, അല്ലെങ്കിൽ നോ ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ നോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതെപ്പോഴും നോക്കിയാൽ നൾ ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾ ചോദിക്കും, റിസർച്ച് ഹൈപ്പോത്തസിസ് എന്താണ്? റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പറയാണ് there is some difference, അതായത് ഇവിടെ നോ ഇല്ല, there is some difference between these two group എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസർച്ച് ഹൈപ്പോത്തസിസ് ആയി. അതേസമയം ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്താണ്, അതായത് ഈ റിലാക്സേഷൻ തെറാപ്പി എടുക്കുന്ന ആൾക്കാർക്ക് ആങ്സൈറ്റി ലെവൽ കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ആങ്സൈറ്റി ലെവൽ അവർക്ക് കുറയുന്നു എന്ന് ഒരു ഹൈപ്പോത്തസിസ് എഴുതി കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ നമ്മളവിടെ കാണിക്കുന്നുണ്ട്. നാലാമത്തെ നോക്കിയാൽ ഓപ്ഷൻ ഡി കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് അല്ലേ, അതായത് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മീൻസ് ഒറ്റ ആങ്സൈറ്റി ലെവലിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം ആങ്സൈറ്റി ലെവൽ ഓഫ് സ്ലീപ്പ്, പിന്നെ ഡിക്രീസ് സ്ട്രെസ് ലെവൽ, ഇങ്ങനെ 3-4 കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്താണ്, അതൊരു കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് അല്ലെ, അതൊരു കോംപ്ലക്സ് ഹൈപ്പോത്തസിസ് ആയിട്ട് മാറിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി നൾ ഹൈപ്പോത്തസിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയാൽ, നഴ്സിംഗ് ഇൻസ്ട്രക്ടർ എക്സാമിൻസ് ഇഫ് സിമുലേഷൻ ട്രെയിനിങ് ഇംപ്രൂവ്സ് സ്റ്റുഡൻസ് ക്ലിനിക്കൽ സ്കിൽസ് അല്ലെ, സിമുലേഷൻ ട്രെയിനിങ് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ആകുമോ എന്ന് ഒരു നഴ്സിംഗ് ഇൻസ്ട്രക്ടർ എക്സാമിൻ ചെയ്യുകയാണ്. The instructor divides students into 2 groups but does not randomize them. ഇവിടെ നോക്കിയാൽ രണ്ട് ഗ്രൂപ്പ് അല്ലെ, ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു നഴ്സിംഗ് ഇൻസ്ട്രക്ടർ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഈ പറയുന്ന ഒരു സ്റ്റഡി നമ്മൾ നടത്തണം. അതായത് സിമുലേഷൻ ട്രെയിനിങ് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ആകുമോ ഇല്ലയോ, അതായത് ഒരു ഗ്രൂപ്പിന് സിമുലേഷൻ ട്രെയിനിങ് കൊടുത്തു, രണ്ടാമത്തേന് കൊടുത്തില്ല. പക്ഷേ ഇൻസ്ട്രക്ടർ ഡിവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന്റെ 2 ഗ്രൂപ്പ് ബട്ട് ഡസ് നോട്ട് റാൻഡമൈസ് ദം അല്ലെ, ഇവര് റാൻഡമൈസേഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഇത് ഏത് ഡിസൈൻ ആയിരിക്കും നോക്കിയേ, അതായത് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്,
ആ 2 ഗ്രൂപ്പിൽ നമ്മൾ ഇന്റർവെൻഷൻസ് ഒരു ഗ്രൂപ്പിൽ ഇന്റർവെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രൂപ്പിൽ മേ ബി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സാധാരണ അവിടെ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് കൊടുക്കുന്നുണ്ടാവും അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ യൂഷ്വലി അതൊരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ആയിട്ട് മാറും അല്ലേ. പക്ഷെ ഇവിടെ റാൻഡമൈസേഷൻ ചെയ്യുന്നില്ല അല്ലെ. റാൻഡമൈസേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും? യെസ്, വളരെ സിമ്പിൾ ആണ്, ഓപ്ഷൻ സി അല്ലെ. അതൊരു ക്വാസി എക്സ്പെരിമെന്റൽ കേട്ടോ. എന്താണ്? അതൊരു ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആയിട്ട് മാറും കേട്ടോ. ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇവിടെ റാൻഡമൈസേഷൻ ഇല്ല, അതുകൊണ്ട് അത് ഒരു ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ്. നെക്സ്റ്റ് ചോദിക്കുക, സ്റ്റഡി investigates the relationship between stress level and job performance among nurses കേട്ടോ. ഇവിടെ ഒരു സ്റ്റഡി ചെയ്യുകയാണ്. റിസർച്ചിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങളെ മാർക്കൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന, നിങ്ങളെ പാസിംഗ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. നേഴ്സ് സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ലെവൽ. എന്താണ്? സ്ട്രെസ് ലെവലും റിലേഷൻഷിപ്പ് ആണ് നോക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ലെവൽ ആൻഡ് ജോബ് പെർഫോമൻസ് കേട്ടോ. ജോബ് പെർഫോമൻസും സ്ട്രെസ് ലെവലും തമ്മിലുള്ള ബന്ധം എമംഗ് നഴ്സസ് ആണ് നോക്കുക. വിച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇസ് ദിസ്? ഇത് ഏത് തരത്തിലുള്ള റിസർച്ച് ഡിസൈൻ ആണ്? ഓപ്ഷൻ എ നോക്കിയേ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. ബി ഇസ് കോ റിലേഷണൽ റിസർച്ച് ഡിസൈൻ. സി ഇസ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ഓപ്ഷൻ ഡി ഇസ് ഫിനോമിനോളജിക്കൽ റിസർച്ച് ഡിസൈൻ. ഏതായിരിക്കാം? ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ആണ് നോക്കുക ബിറ്റ്വീൻ സ്ട്രെസ് ലെവലും ജോബ് പെർഫോമൻസും അല്ലേ. അപ്പൊ അതെന്തായിരിക്കും? രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധമാണ് നോക്കുക. ബന്ധം അല്ലെ, റിലേഷൻഷിപ്പ്. അപ്പൊ എന്തായിരിക്കും? അതൊരു കോറിലേഷണൽ റിസർച്ച് ഡിസൈൻ ആയിരിക്കും അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുക? അതായത് ഒരു കാര്യത്തിന് അത് എങ്ങനെയാണോ ഉണ്ടാവുക അത് നമ്മൾ ആ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല ഇന്റർവെൻഷൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യും അല്ലെ, അതിനാണ് നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. ഫിനോമിനോളജിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ്. അവിടെ നമ്മൾ നമ്മുടെ പേഴ്സൺസിന്റെ, ഇൻഡിവിജ്വൽസിന്റെ ലൈവ്ഡ് എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ അസസ് ചെയ്യുക. അതിന് നമ്മൾ ഫിനോമിനോളജിക്കൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയും കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി കോറിലേഷണൽ റിസർച്ച് ഡിസൈൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ റീസെന്റ് ആയിട്ട് ചോദിച്ച ഖത്തർ പ്രോമെട്രിക്കിലെ എക്സാംസ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. സോ ദാറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് പാസ്സാകാനായിട്ട് കഴിയണം. സോ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ ഈ പറഞ്ഞ ഖത്തർ പ്രോമെട്രിക്ക്, സൗദി പ്രോമെട്രിക്ക്, ഒമാൻ പിയേഴ്സൺ വ്യൂ എല്ലാ എക്സാംസിന്റെയും കോച്ചിങ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ, സമയം പാഴാക്കാതെ എക്സാം എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എക്സാം പാസ്സാകാനായിട്ട് കഴിയണം. സോ നമ്മുടെ എജ്യൂസ് അക്കാഡമിയിലെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.